നെക്സ്റ്റ് നമുക്ക് ടെസ്റ്റ് ഐറ്റംസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ടെസ്റ്റ് ഒക്കെ എന്താണെന്ന് കണ്ടു അല്ലെ. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ ടൂൾസിനെയാണ് നമ്മൾ ടെസ്റ്റ് ഐറ്റംസ് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതൊക്കെയാണ് നമ്മുടെ ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്, ട്രൂ ഓർ ഫോൾസ്, ഷോർട്ട് ആൻസർ, പ്രോബ്ലംസ്, ഓറൽ എക്സാമിലെ ക്വസ്റ്റ്യൻസ്, അതേപോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പെർഫോമൻസ് ടെസ്റ്റ്, ഇതെല്ലാം എന്താണ്? ടെസ്റ്റ് ഐറ്റംസ് ആണ്. അപ്പൊ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഫുൾ ആയിട്ട് അല്ലെ, ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് പറയുന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സബ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതരം ടെസ്റ്റ് ഐറ്റംസ് ഉണ്ടാകും. അപ്പൊ ഈ ടെസ്റ്റ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ദാറ്റ് ആർ ദ പ്രിൻസിപ്പിൾസ് ഫോർ കൺസ്ട്രക്ടിങ് ടെസ്റ്റ് ഐറ്റംസ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മെഷർ ഓൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ടെസ്റ്റ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമുക്കുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ അതിനെയെല്ലാം ഈ ടെസ്റ്റ് ഐറ്റംസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉറപ്പുവരുത്തണം. ഓക്കെ, സോ അതനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ടെസ്റ്റ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് തിങ്, ഇറ്റ് ഷുഡ് കവർ ഓൾ ലേണിംഗ് ടാസ്ക്. എല്ലാ ലേണിംഗ് ടാസ്കും ഈ ടെസ്റ്റ് ഐറ്റം എന്ത് ചെയ്യണം? കവർ ചെയ്തിരിക്കണം. സോ ടെസ്റ്റ് ഐറ്റംസ് എങ്ങനെയായിരിക്കണം? നമ്മുടെ എന്താ പറയാ, ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതേപോലെ തന്നെ പല ലേണിംഗ് ടാസ്കും ഈ ടെസ്റ്റ് ഐറ്റംസിന് എന്ത് പറ്റണം? കവർ ചെയ്യാനും സാധിക്കണം. പിന്നെ എന്താണ്? വി ഷുഡ് യൂസ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ഐറ്റംസ്. അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ഐറ്റംസ് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഐറ്റംസ് നമുക്കത് എന്താണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇനഫ് ആയിട്ടുള്ളതായിരിക്കണം അല്ലെ. അപ്പൊ ആ ടെസ്റ്റ് ഐറ്റം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് എന്തിനെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാനും ഇതിനെ കൊണ്ട് നമുക്ക് എന്ത് വേണം? കഴിയണം. Okay, so next is what? Make the test item test valid and reliable. അപ്പൊ ടെസ്റ്റ് ഐറ്റംസിന് എന്തായിരിക്കണം? വാലിഡിറ്റി ഉണ്ടാവണം, റിലയബിലിറ്റി ഉണ്ടാവണം. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തിനെയാണോ ചെക്ക് ചെയ്യുന്നു നമ്മൾ ക്ലെയിം ചെയ്യുന്നത് അതിനെ പ്രോപ്പർ ആയിട്ട് അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ നമ്മളിപ്പോ അതേ ടെസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാല് രണ്ടും ഓൾമോസ്റ്റ് സെയിം റിസൾട്ട് തന്നെ. എന്നാലല്ലേ ആ കുട്ടിക്ക് അറിയോ അറിയില്ലെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് അറിയുള്ളൂ അല്ലെ. നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്തു, പക്ഷെ നമ്മൾ ചെയ്ത ടെസ്റ്റ് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എന്താ? ഇപ്പൊ നമ്മൾ മെഡിക്കലി ഒരു ടെസ്റ്റ് ചെയ്തു എന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ ഇന്ന് പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്തു. ഞാൻ നാളെ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് നേരെ തിരിഞ്ഞ വാല്യൂ ഒക്കെ കിട്ടുന്നെങ്കിൽ എന്റെ ആ ടെസ്റ്റ് റിലയബിൾ ആണോ? അല്ല. റിലയബിൾ ആവുന്ന ഇപ്പോഴാ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എന്റെ ഷുഗർ സെയിം ആയിട്ട് കിട്ടിയാൽ എനിക്ക് പറയാം ഞാൻ ചെയ്ത ടെസ്റ്റ് റിലയബിൾ ആണെന്ന് അല്ലെ. പിന്നെ അതേപോലെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എനിക്ക് കൊളസ്ട്രോൾ അറിയേണ്ടത് പക്ഷെ ഞാൻ പോയിട്ട് ഷുഗർ ടെസ്റ്റാ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഷുഗർ ടെസ്റ്റ് വാലിഡ് ആണോ? അല്ല. എനിക്ക് കൊളസ്ട്രോൾ അറിയണമെങ്കിൽ ഞാൻ എന്തിന്റെ ടെസ്റ്റ് ചെയ്യണം? കൊളസ്ട്രോളിന്റെ തന്നെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഷുഗറിന്റെ ടെസ്റ്റ് ചെയ്താൽ അതെന്തായി? ഇൻവാലിഡ് ആയി. അപ്പൊ ടെസ്റ്റ് ഐറ്റംസ് എന്ത് ചെയ്യണം? ടെസ്റ്റിന്റെ വാലിഡിറ്റിയെയും റിലയബിലിറ്റിയെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടെസ്റ്റ് ഐറ്റംസ് ഉണ്ടാവേണ്ടത്. പിന്നെ എന്താണ്? യൂസ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് ടു ഇംപ്രൂവ് ലേണിംഗ്. അപ്പൊ ടെസ്റ്റ് ഐറ്റംസ് കൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ എന്തിനാ ടെസ്റ്റുകൾ നടത്തുന്നത്? പലപ്പോഴും ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാനല്ലേ, സോറി അല്ലെ. അപ്പം ഈ ഒരു ടെസ്റ്റ് ഐറ്റംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേണിംഗ് ഇംപ്രൂവ് ആയി വരണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആവശ്യം. ഓക്കെ, സോ ടെസ്റ്റ് ഐറ്റംസ് എന്ത് ചെയ്യണം? ലേണിംഗിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പിന്നെ എന്താണ്? ഇറ്റ് ക്യാൻ ബി നോം ബേസ്ഡ് ഓർ ക്രൈറ്റീരിയ ബേസ്ഡ് ടെസ്റ്റ്. നോം ബേസ്ഡ് എന്ന് ക്രൈറ്റീരിയ ബേസ്ഡ് നമ്മൾ അറിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്രൈറ്റീരിയ ബേസ്ഡ് എന്ന് പറയും. അല്ല, നമ്മൾ ആരെങ്കിലും വെച്ചിട്ടാണ് വേറൊരു ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നോം ബേസ്ഡ് എന്ന് പറയും. So these are some of the principles which we have to keep in mind while constructing the test items. Okay.